ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു മലമണ്ട തന്നെയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു കിടിലൻ സാധനത്തെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇതാണ് മുതൽ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോയ്, ഒരു മിനിയേച്ചർ എന്ന് പറയാം നമ്മുടെ വില്ലീസിൻ്റെ. പക്ഷേ സാധനം മിനിയേച്ചർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വില്ലീസിൻ്റെ സെയിം പെർഫോമൻസ് ഇത് കണ്ടോ. നമ്മുടെ കോലം കണ്ടോ, നമ്മൾ ആകെപ്പാട് ഞങ്ങൾ മടുത്തു. ഇതുകൊണ്ട് ആ മലമണ്ട ഞങ്ങളിപ്പോൾ ഇത് 4 വീൽ ഡ്രൈവിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധനം ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള വിഷ്വൽസ് എനിക്ക് കൊടുത്ത് ആഡ് ചെയ്ത് തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിസ്സാരമായിട്ടുള്ള വീഡിയോ അല്ല. ഇതിനെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു കഴിവ് അത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇക്ക. അപ്പോൾ നമ്മുടെ ഈ സക്കീർക്കാരുടെ മോനാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അവൻ കുഞ്ഞിലെ മുതൽ ഇതെല്ലാം കണ്ടു കേട്ട് വരുന്നതാണ്. അപ്പോൾ അവന് വണ്ടിയുടെ മെക്കാനിക്സ് അറിയാവുന്നതുകൊണ്ടാണ് അവനത് ഓടിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അല്ലാതെ ആരും ട്രൈ ചെയ്യേണ്ട പിള്ളേരൊന്നും. അപ്പം നോക്കി സിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഇവനിപ്പോൾ സുഖമായിട്ട് വണ്ടിയെല്ലാം ഓടിക്കാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഈ വണ്ടിയെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇക്ക പറഞ്ഞു തരും. എൻ്റെ അറിവുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ ഒരു ജീപ്പ് അല്ലേ, ഒരു വലിയ ജീപ്പിൻ്റെ അതേ സെയിം ലുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 4 വീലും മറ്റു കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ഉണ്ട്, ഇഞ്ചിനുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിക്കൽ, അതിൻ്റെ ടെക്നിക്കലായുള്ള വശങ്ങളെ പറ്റി നമുക്ക് ഇക്കടെ നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ കാര്യങ്ങൾ ഒക്കെ ബേസിക്കായിട്ട് വണ്ടിയെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഇത് 10 ഗിയറുണ്ട്. ഇപ്പം നമ്മളിത് കയറിയതൊക്കെ സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് കിടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒരു ഇതൊക്കെ കയറ്റൊക്കെ കയറി പോകും. നല്ല വെയിറ്റ് എല്ലാം വേണം. വേറെ എന്താ പറയുക, അത് ടയർ മറ്റേ എയ്സിന്, പിന്നെ എന്താ പറയുക, എയ്സ് ഐറ്റംസ് ഇല്ലേ, ആ ടൈപ്പിൽ വരുന്ന ടയറാണ്. പിന്നെ ഫ്രണ്ട് 2 ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ സാധാ ലൈനർ ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്. വെച്ചിട്ട് നിന്ന് വണ്ടിയിൽ അങ്ങനെ തിരിച്ചുണ്ടാവും. ഒറ്റ വരല് മതി. അതല്ല, അപ്പോഴല്ലേ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു പർപ്പസാണ് മെയിനായിട്ട്. നമുക്കിത് റോഡിൽ കൂടെ ഓടിക്കാനുള്ളൊരു അതോറിറ്റി നമുക്ക് ഇതുവരെ പെർമിഷൻ നമുക്ക് നിലവിലായിട്ടില്ല ഇങ്ങനത്തെ വണ്ടികൾക്ക്. ഭാവിയിലേക്ക് ഇപ്പോൾ ഇതുപോലുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ഒരു എന്നാ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കാം കേട്ടോ. നമുക്കിന്ന് മന്ത്രിയൊക്കെ നേരിട്ട് കാണാനൊക്കെ പറ്റി. ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുള്ളിക്ക് കിട്ടിയ ഒരു ഓപ്ഷനാണ്. അതിനകത്ത് പുള്ളിക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പി കെ ബഷീർ അവറുകൾ വണ്ടി കണ്ടു, പുള്ളി കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകൾക്കൊക്കെ ഒരു അവസരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എങ്ങനെ, ഇതൊരു സെക്കൻഡ് പൾസറിൻ്റെ എഞ്ചിനാണ്. പൾസർ എത്ര CC? 180 പൾസറിൻ്റെ എഞ്ചിൻ. അതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് 40-45 സ്പീഡ് കൊണ്ടുവന്നു. അതിലേറെ സ്പീഡ് പോകില്ല. നല്ല ഹെവി, നല്ല ദമ്മുണ്ടാവും. അതായത് 40-45 കിലോമീറ്റർ സ്പീഡിലെ വണ്ടി മാക്സിമം പോകത്തുള്ളൂ. പക്ഷെ ഉള്ളത് നല്ല പവറിലാണ്. കാരണം ഞങ്ങൾ അതെ സെറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ, ഓൺ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു മുതിർന്നവർ ഞങ്ങൾ 3 പേരും പിന്നെ 3 പിള്ളേരും, ഇത്രയും പേരും വെച്ചുകൊണ്ട് ഞങ്ങൾ ആ കയറിപ്പോയ വഴികൾ ഞങ്ങൾ കണ്ടന്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓഫ് റോഡ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടാണ്. അത്യാവശ്യം ഇതെല്ലാം നമ്മൾ ഓടിക്കുന്ന എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രോപ്പർട്ടിയില്ല കേട്ടോ. നമുക്കിത് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടിക്കാനുള്ള ഒരു പെർമിഷൻ നിലവിലില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ട് ആ റോഡ് കുറച്ച് മോശമായിട്ടുള്ള റോഡാണ്. അപ്പം നമ്മളിവിടുന്ന് ഇങ്ങനെ വണ്ടി സ്മൂത്തായിട്ട് കയറി പോവുകയാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡൽസ് ആയിട്ടുള്ള ആളുകൾ 3 പേരും 3 കുട്ടികളുമുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം നമുക്കറിയാം, അതിൻ്റെ വെയിറ്റ് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മെറ്റലിൽ തന്നെ അത്യാവശ്യം അതിൻ്റെ ചേസ് കാര്യങ്ങൾ, ബമ്പർ, എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ടോയ് എന്ന രീതിക്ക് ഉപരി ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റൽസാണ് അതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി കേട്ടോ. കാരണം ഇപ്പോൾ ഈ വണ്ടി കയറുന്നത് ശരിക്കും പുള്ളി പറയുന്ന പോലെ അതിൻ്റെ ഒരു സെക്കൻഡ് അല്ല, ഒരു തേർഡ് ഗിയറിലാണ് വണ്ടി കയറി പോകുന്നതല്ല. നമുക്ക് അതുപോലെ ഒരു സാഹചര്യം വന്നാൽ മാത്രം നമ്മൾ ആ ഒരു ഹൈ ഗിയർ ലെവലിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെയൊക്കെ വണ്ടി നിസ്സാരമായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ ഇത് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് തന്നെയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് സ്മൂത്തായിട്ട് പോകുന്നു. കാരണം പുല്ലും കാര്യങ്ങളും മണ്ണും ഒക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പുള്ളി ഇതിപ്പോൾ എനിക്കൊന്നൊരു 3-ാമത്തെയോ 4-ാമത്തെയോ വണ്ടിയാണ്. കാരണം ഒരു കുഴപ്പമില്ല, നല്ല ഹൈ പെർഫോമൻസിലാണ് വണ്ടി കയറിപ്പോയി കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പുള്ളി ചെയ്തേക്കുന്ന ഓരോ പോർഷൻ നമ്മൾ എടുത്ത് നോക്കിയാലും 90% ക്ലിയർ ആയിട്ടുള്ളൂ. ഞാൻ ഫിനിഷിംഗ് വർക്ക് ചെയ്യാണ്ട് ഉണ്ട്. ഇനി ഫൈനൽ വർക്കുകൾ കിടക്കുവാണ്. ഇവിടെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബീഡിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അല്ല ഓൾറെഡി അത് റെഡി ആയിട്ടിരിക്കുവാണ്. കയറ്റി വെച്ചാൽ മതി. അപ്പം അതെല്ലാം സംഭവങ്ങളെല്ലാം സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ സീറ്റ് കാര്യങ്ങൾ, വണ്ടിക്ക് പാട്ട് കാര്യങ്ങൾ, സംഭവങ്ങളെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ഒറിജിനൽ വണ്ടിക്ക് വേണ്ട എങ്ങനെയാണോ അതേ സെയിം സാധനങ്ങൾ തന്നെ, അല്ല തട്ടിക്കൂട്ട് പരിപാടി സെറ്റപ്പ് ഒന്നുമല്ല. മറുകാട് ഹെവി, പമ്പറെല്ലാം ഹെവിയാണ്. ആരും കയറി എന്നാലും കയറി ഇരിക്കുക. ഒരു ടോയ് എന്നതിലുപരിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ്, സത്യം പറയാമല്ലോ. കാരണം കിടിലിനാണ്. വണ്ടിക്ക് സൗകര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെയല്ലേ. ഇപ്പം നമുക്ക് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ, അതിൻ്റെ ബാക്ക് വശമൊക്കെ നമുക്ക് തുറന്ന് കാണിക്കാം. അത് നോക്കി അടിപൊളി സംഭവം.
ബാക്ക് വശം ഇതേപോലെ എവിടെയെങ്കിലും മല കയറുക എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പരിപാടി ഉണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമുക്കിപ്പോൾ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ഹിൽ സ്റ്റേഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് പോകാം. അവിടെ പോയി നമുക്കൊന്ന് ക്യാമ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അത്യാവശ്യം സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. നനയില്ല കേട്ടോ, നല്ല വാട്ടർ പ്രൂഫാണ്. അതെ, ഉണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് വാഷറൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു നമ്മുടെ ഗ്ലോ ബോക്സ് പോലെ തന്നെ ഒരെണ്ണം മുന്നിലും ഉണ്ട്. സീറ്റിംഗ് ആണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പം സൈസ് കൊടുത്തിരിക്കുന്നത്. ആ സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ അഡൽസിന് ഇരിക്കാനുള്ള ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര ശരിക്കും ഞങ്ങൾ 6 പേരെ ശരിക്കും ഞാൻ കയറി പോയത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇരിക്കാം. പിന്നെ ജീപ്പിൻ്റെ ഒരു പവർ പോലെ തന്നെ സെയിം ഒരു എഫക്റ്റ് ഇതിനും കിട്ടും. പിന്നെ പൾസറിൻ്റെ ഇതായതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം ഒരു സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 20-25-30 എടുത്ത അല്ലേ അടുത്ത കിലോമീറ്റർ മൈലേജും കിട്ടും. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഓടിക്കാം. കാരണം നമുക്ക് മേടിച്ചിട്ട് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരു അലങ്കാരമായിട്ട് ഈ സംഭവം കിടന്നോളും. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ പറമ്പിൽ കിടക്കെ നമുക്കൊന്ന് കറങ്ങണം, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും റിസോർട്ടോ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഒരു ഓപ്ഷൻ ഈ സംഭവം നമുക്ക് ഉപയോഗിക്കാം നിലവിലത്തെ കണ്ടീഷനിൽ അല്ലേ. ബാക്കിൽ മാത്രം ഒറ്റ ഹൗസിങ്ങേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 4 വീലിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ അല്ല വണ്ടിക്ക്. എങ്കിലും നിങ്ങൾ നോക്കിക്കേണ്ട ആ 3 വീലിലും ആ വണ്ടി ആ ബാക്കിലെ ആ വീലിൻ്റെ പിടുത്തത്തിൽ അത് കയറി പോകാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് സംഭവമല്ല. ടയറിനുള്ള ആ ഒരു കട്ടയും എല്ലാം കൂടെ സപ്പോർട്ടീവാണ് സംഭവം. ഒന്നും പറയാനില്ല, കിടിലൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുണമെന്ന് ചോദിച്ചാൽ ഇക്കായെ കോൺടാക്ട് ചെയ്ത നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം പുള്ളിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുള്ള വണ്ടി പുള്ളി ചെയ്യും. ഇനി അതല്ല, ഇതിനു മുമ്പുള്ള വണ്ടികളൊക്കെ പുള്ളി വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് സെല്ല് ചെയ്യാനും പുള്ളി തയ്യാറാണ്. ഈ കണ്ടീഷനിൽ കുറച്ചും കൂടെയൊക്കെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം തീർത്ത് ഇത്ര ദിവസം ട്രയൽ റണ്ണും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റോട്ടിക്ക് അലൗട്ട് കൊടുക്കുന്നില്ല, അത് അവരുടെ സ്വന്തം റിസ്കിൽ. അതെ, റോഡിൽ ഓടിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും പറയുന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയിൽ ഓടിക്കാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ടോയ് എന്ന പർപ്പസിലാണ് നിലവിൽ ഇപ്പോൾ സംഭവം നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഇറക്കിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്പരും കാര്യങ്ങളൊക്കെ ആളുടെ ഇവിടെ കമൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. എല്ലാ പർപ്പസിനും ഇപ്പോൾ ഷൂട്ടിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിൽ പോലും വണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയിട്ടത് ഓപ്പറേറ്റ് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മെക്കാനിസം മറ്റുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം നല്ല സേഫ്റ്റിയായ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇട്ടിട്ടാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ജസ്റ്റ് വണ്ടി നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് പോയി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വാഹന പ്രേമികളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം കേട്ടോ. കണ്ടോ, ആ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ നമ്മൾ സാധാരണ വണ്ടി കാണുന്ന പോലെ തന്നെയുള്ള ആ ഒരു ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ സിസ്റ്റം എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.